Hi all, welcome to BTech MEDC. നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയിൽ മോഡ്യൂൾ 3 ട്രാൻസിയന്റ് അനാലിസിസ് ഓഫ് RL, RC ആൻഡ് RLC സർക്യൂട്ട് ടു വേരിയസ് ഇൻപുട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ RL, RC, RLC സീരീസ് സർക്യൂട്ട് ആകാം, അതുപോലെ പാരലൽ കോമ്പിനേഷൻസും ആകാം. ഈ ഇൻപുട്സ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്സ് ഉണ്ട്, സ്റ്റെപ്പ് ഇൻപുട്ട്, പിന്നെ ഇമ്പൾസ് ഇൻപുട്ട്, എക്സ്പോണൻഷ്യൽ ഇൻപുട്ട്, സിനുസോയ്ഡൽ ഇൻപുട്ട്, പൾസ് ഇൻപുട്ട്, ഇങ്ങനെ വേരിയസ് സ്റ്റാൻഡേർഡ് ഇൻപുട്സ് ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ RL, RC, RLC സർക്യൂട്ട് സീരീസ് പാരലൽ കോമ്പിനേഷൻസ് അത് ബിഹേവ് ചെയ്യുന്നുള്ളതാണ്, അത് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ട്രാൻസിയന്റ് അനാലിസിസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് RL സീരീസ് സർക്യൂട്ടാണ്. RL സീരീസ് സർക്യൂട്ട് ഇപ്പോൾ അതിനകത്താണെങ്കിൽ ഫസ്റ്റ് RL സീരീസ് സർക്യൂട്ടിൽ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുന്ന റെസ്പോൺസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു RL സീരീസ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു R ഇൻഡക്ടർ L, ഒരു വോൾട്ടേജ് പ്ലസ് മൈനസ് V, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് T. അപ്പം T ലെസ് ദാൻ 0 അത് ഓപ്പൺ ആണ്, T ഈക്വൽ ടു 0 അത് ക്ലോസ്ഡ് ആവുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തുള്ളൊരു സ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്റ്റെപ്പ് ഇൻപുട്ടായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ T ലെസ് ദാൻ 0 അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, T ഗ്രേറ്റർ ദാൻ വാല്യൂല് അത് ഹൈ ആയിരിക്കും. അപ്പം ഈ സ്വിച്ചും അതുപോലെയാണ്, ഇനിഷ്യലി അത് ഓപ്പൺ ആണ്. അപ്പോൾ അതായത് T ലെസ് ദാൻ 0 അത് ഓപ്പൺ ആണ്, T ഗ്രേറ്റർ ദാൻ T ഈക്വൽ ടു 0 വരുമ്പോഴാണ് എന്താവുന്നത്, അത് ഹൈ ആവുന്നത്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഇത് ക്ലോസ്ഡ് ആവുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്വിച്ചിനെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഫംഗ്ഷൻ ആയിട്ട് U(t) വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ സ്വിച്ച് സെയിം ആക്ട് ആസ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ സ്വിച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു സ്റ്റെപ്പ് സിഗ്നൽ U(t) കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് റീപ്ലേസ് ചെയ്തു. ഇത് രണ്ട് സെയിം ആണ്, ദിസ് ഈസ് R ആൻഡ് ദിസ് ഈസ് L. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്, ഒരു RL സീരീസ് സർക്യൂട്ട് ആണ്. അതിൻ്റെ സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ്. ഇനിഷ്യൽ കണ്ടീഷൻ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ S ഡൊമൈൻ എങ്ങനെ വരും, ഇവിടെ പ്ലസ് മൈനസ് 1/s വരും അല്ലേ. അപ്പോൾ ഇവിടെ V/s എന്ന് വരും. R സെയിം ആസ് R തന്നെ. L ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുത്തുകൊണ്ട് L റീപ്ലേസ്ഡ് ബൈ LS ആയിട്ട് വരും. ഓക്കെ, ഇതിലേക്ക് കറണ്ട് I(t) ഉണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് I(s). ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് S ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യായിരുന്നെങ്കിൽ ഈ LS-ഉമായിട്ട് സീരീസ് ആയിട്ട് എന്ത് വരുമായിരുന്നു, Li(0) എന്ന് പറയുന്നൊരു വോൾട്ടേജ് സോഴ്സ് കൊണ്ട് വരുമായിരുന്നു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് S ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുകയാണ്, KVL ഇക്വേഷൻസ്. സോ V/s ഈക്വൽ ടു R ഇൻറ്റു I(s) പ്ലസ് SL ഇൻറ്റു I(s) എന്ന് വരും. ഇതിൻ്റെ KVL ഇക്വേഷൻ V/s is equal to R ഇൻറ്റു I(s) പ്ലസ് LS ഇൻറ്റു I(s). ഇതിൽ നിന്ന് I(s) കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, I(s) ഈക്വൽ ടു V/s ഡിവൈഡ് ബൈ IS കോമൺ എടുക്കുമ്പോഴത്തേക്ക് R പ്ലസ് SL എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് വെച്ചാൽ 1/s പ്ലസ് A ആ ഫോമാണ്. അപ്പോൾ ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻസ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലിനെ നമ്മൾ കോമൺ എടുക്കും. ഓക്കെ, എല്ലിനെ കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് V/L ഡിവൈഡഡ് ബൈ ഈ S ഉണ്ട്, S ഇൻറ്റു ഇവിടെ നമ്മൾ L കോമൺ എടുക്കുമ്പോഴത്തേക്ക് S പ്ലസ് R/L എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്താ ചെയ്യാനുള്ള റീസൺ എന്താ, നോർമലി സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൽ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കും. ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് L വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ L കോമൺ എടുത്തു. അപ്പം നമുക്ക് V/L കിട്ടും. ഈ S താഴെ എഴുതി അറേഞ്ച് ചെയ്തു.
അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി ബൈ എൽ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടും. ഇതിനോട് ഒന്നുകൂടി എഴുതുകയാണ്. ദാറ്റ് ഈസ് ഐ ഓഫ് എസ് ഈക്വൽസ് വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് എഴുതും. നമുക്കിതിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വി നീഡ് ടു ടേക്ക് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഐ ഓഫ് ടിൻ്റെ ഐ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യും. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഐ ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും, എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് വരും. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് എയുടെ ബിയിലെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എയുടെ വാല്യൂ വി ബൈ ആർ എന്ന് കിട്ടും. നമ്മൾ ഇത് എൽ സി എടുത്തിട്ട് എസിന് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുമ്പം എയുടെ വാല്യൂ വി ബൈ ആർ എന്ന് കിട്ടും. അതുപോലെ എസിന് മൈനസ് ആർ ബൈ എൽ, എസിന് മൈനസ് ആർ ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ബിയുടെ വാല്യൂ മൈനസ് വി ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, ഇത് വി ബൈ ആർ മൈനസ് വി ബൈ ആർ എന്ന് കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഐ ഓഫ് എസ് ഈക്വൽ ടു എയുടെ വാല്യൂ വി ബൈ ആർ. സോ വി ബൈ ആർ ഡിവൈഡ് ബൈ എസ് പ്ലസ് മൈനസ് വി ബൈ ആർ ഡിവൈഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഐ ഓഫ് ടി ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു 1 ബൈ എസിൻ്റെത് യു ഓഫ് ടി മൈനസ് വി ബൈ ആർ ഇൻറ്റു 1 ബൈ എസ് പ്ലസ് എൻ്റെത് ഇ റേസ് മൈനസ് എ ടി ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇ റേസ് മൈനസ് ആർ ബൈ എൽ ടി എന്ന് വരും. ഇവിടെ യു ഓഫ് ടി ഉണ്ട്. ഇതാണ് അതിൻ്റെ റെസ്പോൺസ് ഓഫ് ആർ എൽ സീരീസ് സർക്യൂട്ട് ടു എ സ്റ്റെപ്പ് ഇൻപുട്ട്. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. നമ്മൾ ചെയ്തത് ട്രാൻസിയൻ്റ് അനാലിസിസ് ഓഫ് ആർ എൽ നെറ്റ്വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർ എൽ സീരീസ് സർക്യൂട്ടാണ്. അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻപുട്സ് ആണ്. ഇത്രയും ഇൻപുട്സ് അതിൽ സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കേസാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഒരു ആർ എൽ സീരീസ് സർക്യൂട്ട് എടുത്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. സ്വിച്ചിന് നമുക്ക് ഇക്വലൻ്റ് ഒരു യൂണിറ്റ് സ്റ്റെപ്പായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ യു ഓഫ് ടി വി എന്ന് ഇവിടെ റീപ്ലേസ് ചെയ്യാം. ഇവിടെ ആർ ആവും. എൽ എന്ന് പറയുന്നത് എൽ എസ് ആയിട്ട് കൺവേർട്ട് ആവും. ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയതുകൊണ്ട് എൽ എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ KVL ഇക്വേഷൻ എഴുതി അതിൽ നിന്ന് നമ്മൾ ഐ എസ് എൻ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ നിന്ന് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ആർ എൽ സീരീസ് സർക്യൂട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇമ്പൾസ് ഇൻപുട്ടാണ്. ഒരു സീരീസ് ആർ എൽ സർക്യൂട്ട് ഇമ്പൾസ് ഇൻപുട്ടിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെക്കൻഡ് കേസ് series RL circuit for impulse ഇൻപുട്ടിൻ്റെ കേസിൽ. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു RL സീരീസ് സർക്യൂട്ട് വരച്ചു. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ടി ആണ്. ദിസ് ഈസ് ആർ, ദിസ് ഈസ് എൽ ആൻഡ് ദിസ് ഈസ് ഐ ഓഫ് ടി. ഓക്കെ, ഇവിടെ കൊടുത്തത് ഇമ്പൾസ് ഇൻപുട്ടാണ്. ഡെൽറ്റ ആണ് ഇമ്പൾസ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് ഡ്രോ ചെയ്യണം, ഇതിൻ്റെ എസ് ഡൊമെയിനിന് സർക്യൂട്ട് ഡ്രോ ചെയ്യണം. ഇപ്പോൾ എസ് ഡൊമെയിൻ സർക്യൂട്ട് ഡ്രോ ചെയ്യുമ്പോൾ ഇവിടെയും ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പം ഈ ഡെൽറ്റ ടീൻ്റെ എസ് ഡൊമെയിനിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം പ്ലസ് മൈനസ് ഡെൽറ്റയുടെ നമുക്കറിയാം എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഡെൽറ്റയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ആണ്. ആറിന് സെയിം ആസ് ആർ തന്നെ. എൽ എസ് ആയിട്ട് മാറും. ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയതുകൊണ്ട് എൽ എസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എൽ എസ് വിത്ത് വാല്യൂ എൽ ഇൻറ്റു I0 വന്നേനെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുത്തുകൊണ്ട് എങ്ങനെ ആയിട്ട് മാറും, ഈ ഒരു രീതിയിൽ എൽ എസ് കറണ്ട് ഐ ഓഫ് ടി ബിക്കംസ് ഐ ഓഫ് എസ് ആയിട്ട് മാറും. നമ്മൾ എന്ത് ചെയ്തു, ഈ സർക്യൂട്ടിൻ്റെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിന് ഡ്രോ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം സെയിം പ്രൊസീജിയറാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രൊസീജിയർ പോകുന്നത്. ഇൻപുട്ട് മാത്രം മാറുന്നേ ഉള്ളൂ. അതുപോലെ ഇതിനകത്ത് കമ്പോണൻസ് RC RLC അങ്ങനെ വരുന്നേ ഉള്ളൂ. അതിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ വരുന്നേ ഉള്ളൂ. പ്രൊസീജിയറൊക്കെ സെയിം ആണ്. നമുക്ക് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫോർ വേരിയസ് ഇൻപുട്സ്. ഇവിടെ ഇമ്പൾസ് ഇൻപുട്ടിൻ്റെ കേസിൽ ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ KVL ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് 1 ഈക്വൽ ടു R ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് എൽ എസ് ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് വരും. പിന്നെ അത് 1 ഈക്വൽ ടു R പ്ലസ് എൽ എസ്
ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് വരും. അപ്പോൾ ഐ ഓഫ് എസ് ആണ് നമുക്ക് വേണ്ടത്. ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ആർ പ്ലസ് എൽ എസ് എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് റിസൾട്ടിനകത്ത് എസിൻ്റെ കോഎഫിഷ്യൻ 1 ആയിട്ടാണ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എൽ കോമൺ എടുക്കും. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എന്ത് വരും, എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ ഐ ഓഫ് എസ്. സോ ഐ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എന്ത് വരും, 1 ബൈ എൽ ഇ റേസ്ഡ് മൈനസ് ആർ ബൈ എൽ യു ഓഫ് ടി എന്ന് വരും. ഓക്കെ, ഇതാണ് ഒരു ഇമ്പൾസ് ഇൻപുട്ട് ടു സീരീസ് ആർ എൽ സർക്യൂട്ടിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. 1 ബൈ എൽ ഇ റേസ്ഡ് മൈനസ് ആർ ബൈ എൽ യു ഓഫ് ടി എന്ന് വരും. ഓക്കെ, ഇനി നമുക്കിവിടെ വരുന്ന ഇൻപുട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഇൻപുട്ടിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ആർ എൽ സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ചേഞ്ച് വരുന്നത്, ഇവിടെ ഇൻപുട്ടായിട്ട് വരുന്നത് എന്തായിരിക്കും, എക്സ്പോണൻഷ്യൽ ഇൻപുട്ട് ആയിരിക്കും അല്ലേ. തേർഡ് കേസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലാണ്. എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് കേസ് വരുന്നത് എക്സ്പോണൻഷ്യൽ സിഗ്നലാണ്. എക്സ്പോണൻഷ്യൽ സിഗ്നൽ അത് ടൈം ഡൊമൈനിൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ എങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയാം. ടൈം ഡൊമൈനിൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് വെച്ചാൽ ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ആണ് അല്ലേ. ഇ റേസ് മൈനസ് എ ടി യു ഓഫ് ടിൻ്റെ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ആണ്. ഇപ്പം നമുക്ക് ചോദിക്കുകയാണ് സീരീസ് ആർ എൽ സർക്യൂട്ട് ടു എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഈ ഡെൽറ്റ ടിക്ക് പകരം നമ്മൾ എന്ത് ഫെഡ് ചെയ്യും, ഇ റേസ് മൈനസ് എ ടി യു ഓഫ് ടി കൊടുക്കും. ഓക്കെ, എന്നിട്ട് അതിനെ കറസ്പോണ്ടിങ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. എസ് ഡൊമൈനിൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇ റേസ് മൈനസ് എ ടി യു ഓഫ് ടിക്ക് പകരം 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ഇവിടെ വരും. ഓക്കെ, അത്രയും ഡിഫറൻസേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം. ഇനിഷ്യൽ കണ്ടീഷൻ 0 ആണെങ്കിൽ ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം ആണ്. എന്ത് ചേഞ്ച് വരുത്തുള്ളൂ, ഇവിടെ ഡെൽറ്റ ടിക്ക് പകരം 1 വന്നതിന് പകരം ഇൻപുട്ടായിട്ട് ഇ റേസ് മൈനസ് എ ടി യു ഓഫ് ടി ടൈം ഡൊമൈനിൽ വരും. അതിൻ്റെ കറസ്പോണ്ടിങ് എസ് ഡൊമൈൻ എടുക്കുമ്പോഴത്തേക്ക് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ വരും. ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ കേസ് ഉപയോഗിക്കുന്നത് സിനുസോയിഡൽ ഇൻപുട്ടിനാണ്. സിനുസോയിഡൽ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ അതിൻ്റെ ടൈം ഡൊമൈനിൽ സിനുസോയിഡൽ സിഗ്നൽ എന്ന് വെച്ചാൽ എങ്ങനെ വരുന്നത്, സൈൻ ഒമേഗ നോട്ട് ടി യു ഓഫ് ടി. ഇതാണ് നമ്മൾ ജനറൽ എക്സ്പ്രഷൻ സിനുസോയിഡൽ സിഗ്നലിൻ്റെ സൈൻ ഒമേഗ നോട്ട് ടി യു ഓഫ് ടി. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ. അപ്പോൾ ഒരു ആർ എൽ സർക്യൂട്ടിൻ്റെ സിനുസോയിഡ് റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ സിനുസോയിഡിൽ കൊടുക്കും, ടൈം ഡൊമൈനിൽ ഈ ഫംഗ്ഷൻ കൊടുക്കും, എന്നിട്ട് അതിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് പകരം ഈ എസ് ഡൊമൈൻ ഫാക്ടർ കൊടുക്കും. അതിനുശേഷം സെയിം പ്രൊസീജിയറാണ് വരുന്നത്. ഇനി ഫിഫ്ത്ത് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസ് ഇൻപുട്ട്. പൾസ് ഇൻപുട്ടിൻ്റെ കേസിൽ ഒരു ആർ എൽ സീരീസ് സർക്യൂട്ടിൻ്റെ പൾസ് ഇൻപുട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം, പൾസ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും പൾസ് ഇൻപുട്ട് ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ടി ആണെങ്കിൽ ഇങ്ങനെ, ഇതാണ് ഒരു പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വോൾട്ടേജ് വി, ഇതാണ് ഒരു പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ഫംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ 0 വാല്യൂസിലെല്ലാം അതിന് വാല്യൂസ് കാണും. ഓക്കെ, ഇതാണ് ഒരു യു ഓഫ് ടി എന്ന് പറയുന്നത്. ടി ഗ്രേറ്റർ ദാൻ വാല്യൂസിലെല്ലാം അതിന് യൂണിറ്റ് ഇമ്പൾസ് ആണെങ്കിൽ 1 ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഡിലേഡ് യൂണിറ്റ് ഇമ്പൾസ് എടുക്കുകയാണ്, ഡിലേഡ്. ഓക്കെ, ഇപ്പോൾ ഡിലേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ ഞാൻ യു ഓഫ് ടി മൈനസ് ടി എന്ന് എടുക്കുക. യു ഓഫ് ടി മൈനസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ തന്നെയാണ്, ഡിലേഡ് ബൈ ടി സാമ്പിൾസ് ആണ്. പിന്നെ നമ്മൾ ഈ യു ഓഫ് ടിയും മൈനസ് യു ഓഫ് ടി മൈനസ് ടിയും, ഈ രണ്ട്, ഇത് ഒരു ഫസ്റ്റ് സിഗ്നൽ, സെക്കൻഡ് സിഗ്നൽ, ഇത് രണ്ടും കൂടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള ഈ ഒരു പാർട്ടിന് ഇങ്ങോട്ടുള്ള വാല്യൂസ് ഒക്കെ രണ്ടിനും എന്താണ്, അതിൻ്റെ വാല്യൂ ഹൈ ആണ്. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇൻ എഫക്റ്റ് എന്ത് കിട്ടും, ഈ ഒരു സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ, ഈ ഒരു പൾസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പായിട്ട്, ദാറ്റ് ഈസ് യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് ടി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചെയ്താൽ, ഒരു പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പൾസ് ഡ്യൂറേഷൻ വിഡ്ത്ത് കാണും. അപ്പം അതിന് നമ്മൾ എങ്ങനെ ഒരു സ്റ്റെപ്പ് സിഗ്നലിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതുന്നതാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് അറിയാം, നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതിൻ്റെ വാല്യൂ യൂണിറ്റ് ഇമ്പൾസ്, യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂസും 1 ആയിരിക്കും. ഈ സെക്കൻഡ് ഒരു ഈ യൂണിറ്റ് സ്റ്റെപ്പ് തന്നെ ഡിലേഡ് ഫംഗ്ഷൻ എടുക്കും, ഒരു ടി യൂണിറ്റ് ഡിലേഡ്. അപ്പോൾ അത് ടി, ഇവിടെ ടി എന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ.
ഓക്കെ, അതാണ് യു ഓഫ് ടി മൈനസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീന്ന് ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂസും ഹൈ ആയിരിക്കും. നമ്മൾ ഈ രണ്ട് സിഗ്നലും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ കോമൺ ആയിട്ടുള്ള എല്ലാം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ഈ ഒരു പോർഷൻ കിട്ടും. അപ്പോൾ നമുക്കൊരു പൾസ് ഇൻപുട്ടിന് ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് ഇൻപുട്ടായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ എക്സ്പോണൻഷ്യൽ സിഗ്നൽ നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതിയില്ല, അതുപോലെ പൾസ് സിഗ്നൽ നമുക്ക് യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ പൾസ് ഇൻപുട്ട് ചോദിക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്തായിരിക്കും, പൾസ് ആയിരിക്കും. അപ്പോൾ പൾസ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് ടി ആയിരിക്കും. അപ്പോൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എസ് ഡൊമെയിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഐ ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവേഴ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൾസ് ഇൻപുട്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കറസ്പോണ്ടിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് സപ്പോസ് ഇതിപ്പോൾ വി ഇൻറ്റു യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് ടി ആണെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് വരുമ്പോഴത്തേക്ക് വി ഇൻറ്റു യു ഓഫ് ടീൻ്റെ 1/s വരും, മൈനസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് ഇ റേസ് ടു മൈനസ് എസ് ടി ഫാക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും, പിന്നെ യു ഓഫ് ടീൻ്റെത് 1/s ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്ന, എസ് ഡൊമെയിനിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എസ് ഡൊമെയിനിൽ കൊടുക്കുന്നത് വി ഇൻറ്റു യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ 1/s മൈനസ് ഇത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വരുമ്പോഴത്തേക്ക് യു ഓഫ് ടി മൈനസ് ടീനെ നമുക്ക് ഇ റേസ്റ്റ് മൈനസ് എസ് ടി പിന്നെ യു ഓഫ് ടീൻ്റെ 1/s ആയിട്ട് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്യണം. അപ്പം ഇതാണ് ഒരു RL സർക്യൂട്ടിൻ്റെ ട്രാൻസിയൻറ്റ് ബിഹേവിയർ. നെക്സ്റ്റ് RLC വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സി ടേമും കൂടെ വരുന്നുള്ളൂ, കപ്പാസിറ്ററും കൂടെ വരും. ഓക്കെ, RLC വരുമ്പോഴത്തേക്ക് കപ്പാസിറ്ററും കൂടെ വരും. അപ്പോൾ അതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, കപ്പാസിറ്റർ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്, 1/CS I of S ആയിരിക്കും. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഇതുപോലത്തെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ RLC സർക്യൂട്ട് വയ്ക്കും. ഇങ്ങനെ RLC സർക്യൂട്ട് ടു വേരിയസ് ഇൻപുട്ട്സ്, ഇപ്പം ടു സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, സ്റ്റെപ്പ് ഇൻപുട്ട്. ഇപ്പോൾ ഇത് R ആണ്, L ആണ്, C ആണ്. നമ്മൾ ഇതിന് I of T ആണ്. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, അതിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ പ്രൊസീജിയർ അങ്ങനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ R തന്നെ വരും. L ഇപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ L എന്ന് വെച്ചാൽ LS ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതുപോലെ C എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/CS ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ലാപ്ലാസ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇത് R തന്നെയാണ്, I of S ആയിട്ട് മാറും. ഓക്കെ, ഇനിയിപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് വരും, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ വരും അല്ലേ. ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇൻഡക്ടറിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഒരു ഇൻഡക്ടർ LS വിത്ത് എ വോൾട്ടേജ് സോഴ്സ് ആണ്. അതിൻ്റെ വാല്യൂ L ഇൻറ്റു I0 മൈനസ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്തായിരുന്നു. അതുപോലെ കപ്പാസിറ്റർ വരുമ്പോഴത്തേക്ക് കപ്പാസിറ്ററിന് 1/CS വിത്ത് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പം V0 മൈനസ് S ആ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് എലമെൻറ്റ്സ് കൂടെ വരുമെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ KVL ഇക്വേഷൻ എഴുതും, I of S ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോൾ I of T ടു കറസ്പോണ്ടിങ് റെസ്പോൺസ് കിട്ടും. ഏത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് കിട്ടും. ഓക്കെ, ഇതാണ് സീരീസ് കോമ്പിനേഷനിൽ വരുന്ന RL, RC, RLC സർക്യൂട്ടിൻ്റെ റെസ്പോൺസസ് വരുന്നത്. ബാക്കിയൊന്ന് ചെയ്ത് നോക്കുക. RC എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ RCയുടെ കോമ്പിനേഷൻ മാത്രം വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.